Warahmatullahi ta'ala wabarakatuh. Alhamdulillahi rabbil alamin. Wassalatu wassalamu ala ashrafil mursalin wa ala alihi wa sahbihi ajma'in, amma ba'd. ആദരണീയരായ തലവറകൾ, ഹസരത്മാർകൾ, സ്നേഹമുള്ള മുത്തഅല്ലിം സുഹൃത്തുക്കൾ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല നമ്മൾ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ കാലഘട്ടത്തിലെ യുവാക്കൾ നേരിടുന്ന സമകാലിക വെല്ലുവിളികൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കുന്ന സാഹചര്യത്തിൽ ഇന്നത്തെ യുവാക്കൾ ഏറ്റവും കൂടുതൽ വെല്ലുവിളികൾ നേരിടുന്ന ഒരൊറ്റ വിഷയം മാത്രമേ ഉള്ളൂ. അതാണ് ഊടകം അഥവാ സോഷ്യൽ മീഡിയ എന്ന് നമുക്ക് കുറിച്ചു വെക്കാൻ സാധിക്കും. ഇന്നത്തെ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ എത്രത്തോളം ഒരു യുവാവിന്റെ ജീവിതത്തിൽ പ്രതിപാദിക്കുന്നു എന്ന് വെച്ചാൽ, ആദ്യം തന്നെ ആമുഖമായി തന്നെ ഞാൻ പറയട്ടെ, ഇന്നത്തെ കാലഘട്ടത്തിൽ യുവാക്കൾ മീഡിയ അഥവാ സോഷ്യൽ മീഡിയ, അതുപോലെ തന്നെ ടെലിവിഷൻ, വർത്തമാന മാധ്യമങ്ങൾ, ഇന്റർനെറ്റ് തുടങ്ങിയവ ഇന്നത്തെ യുവാക്കളെ വലയിൽ വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് നല്ല കാര്യങ്ങളും അതുപോലെ തന്നെ ചീത്തയായ കാര്യങ്ങളും അതിൽ ലഭിക്കുന്നുണ്ട്. നല്ല കാര്യങ്ങളെ കുറിച്ച് നാം ചർച്ച ചെയ്യുന്ന സാഹചര്യത്തില് 5 ഘട്ടത്തിലാണ് നമുക്ക് അതിനെ കുറിച്ച് പറയാൻ സാധിക്കുന്നത്. ഒന്ന്, നാം എടുത്തു നോക്കുന്ന സാഹചര്യം അറിവും അതുപോലെ തന്നെ നല്ല വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു വ്യക്തിക്ക് എന്ത് അറിവിനെ കുറിച്ചാണ് വേണ്ടത്, എന്ത് ഖുർആനാണോ ഹദീസാണോ മറ്റു തുടങ്ങിയിട്ടുള്ള എന്ത് സംഭവങ്ങളാണെങ്കിലോ ഇന്നത്തെ സാഹചര്യത്തിൽ ലോക വിവരത്തിന് വേണ്ടി ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് പ്രത്യേകമായി എടുത്തു പറയാൻ പറ്റുന്ന ഒരു ഉപാധിയാണ് സോഷ്യൽ മീഡിയ എന്നത്. സോഷ്യൽ മീഡിയയിൽ ലഭിക്കാത്ത ഒന്നുമില്ല. നല്ലൊരു അറിവിനെ കുറിച്ച്, നല്ലൊരു ഇൽമിനെ കുറിച്ച് ഒരു വിദ്യാർത്ഥി സെർച്ച് ചെയ്താൽ അതിൽ നല്ല രൂപത്തിൽ തന്നെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ രണ്ടാമതായി നാം എണ്ണുന്ന സാഹചര്യത്തില് വിദ്യാഭ്യാസത്തിനുള്ള സഹായമാണ്. ഒരു കുട്ടി അറിവിന് വേണ്ടിയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവന് വേണ്ടിയുള്ള ഓൺലൈൻ ക്ലാസുകൾ, ഓൺലൈൻ വീഡിയോകൾ, ഇ ബുക്സ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവനിക്ക് സോഷ്യൽ മീഡിയയിലൂടെ ലഭിക്കുന്നതുണ്ട്. മൂന്നാമതായി നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത് താരതമ്യമാണ്, ആശയ വിനിമയമാണ്. അഥവാ തന്റെ സുഹൃത്തിനോ തന്റെ കുടുംബത്തിനോ പണ്ട് കാലങ്ങളിലെല്ലാം നമുക്ക് എടുത്തു പറയാൻ സാധിക്കുമോ, ഒരു ചെയ്തി, ഒരു വാർത്ത നമ്മുടെ കുടുംബങ്ങളിലേക്ക് അറിയിക്കുന്നുണ്ടെങ്കിൽ അത് എപ്രകാരമാണ്, നല്ലൊരു ലെറ്റർ മൂലമോ ഒരു നോട്ടീസ് മൂലമോ ആണ് നമുക്ക് അതിനെ അല്ലെങ്കിൽ തൂതയച്ചു കൊണ്ടായിരിക്കണം ഒരു വാർത്ത അറിയിക്കുന്നത്. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു ടെക്സ്റ്റ് മെസ്സേജ് കൊണ്ട് തന്നെ നമുക്ക് എന്താണ് പറയാനുള്ളത്, അല്ലെങ്കിൽ ഒരു കോൾ കൊണ്ട് തന്നെ നമ്മുടെ മനസ്സകത്തുള്ള മുറാദുകൾ എന്താണ് എന്ന് നമുക്ക് മറ്റുള്ളവർക്ക് എത്തിക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ വളരെ ഉപകാരപ്രദമാണ്. നാലാമതായി നാം എടുത്തു നോക്കുമ്പോൾ തൊഴിൽ വ്യാപാരം, തൊഴിലിനുള്ള അധികമായ ഒരു സഹായമാണ് സോഷ്യൽ മീഡിയ ലഭിച്ചിട്ടുള്ളത്. പണ്ട് കാലങ്ങളിലെല്ലാം ഒരു ജോലിക്ക് വേണ്ടി, ഒരു തൊഴിലിന് വേണ്ടി ഒരു വ്യക്തി കടകളെല്ലാം കയറി ഇറങ്ങണം. മാത്രമല്ല മുതലാളിമാരുടെ കാലിൽ വീണുകൊണ്ട് ഇഷ്ടപ്പെടാത്ത ജോലി കഷ്ടപ്പെട്ടുകൊണ്ട് ചെയ്താൽ മാത്രമേ അവനുള്ള വേതന ലഭിക്കുകയുള്ളൂ. മറിച്ച് ഇന്നത്തെ സാഹചര്യത്തില് ഒരു വ്യക്തിക്ക് അവന് ഇഷ്ടമുള്ള ജോലി എത്ര കഷ്ടമുള്ളതായിക്കോട്ടെ ഇഷ്ടപ്പെട്ട് ചെയ്യാനുള്ള ഒരു അവസരം സോഷ്യൽ മീഡിയ ഒരുക്കി കൊടുക്കുന്നുണ്ട് എന്നത് വളരെയധികം സന്തോഷപ്പെടാനുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ അഞ്ചാമതായി നമ്മൾ എടുക്കുന്ന സാഹചര്യത്തില് സാമൂഹിക വിനിയോഗമാണ്. സാമൂഹിക ജീവിതത്തിലുള്ള അവബോധം എന്താണ്, സാമൂഹിക ജീവിതത്തിൽ ഇന്ന് വരുന്ന ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ, രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ, കക്ഷികൾപരമായിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും സമൂഹത്തില് എന്താണ് നടക്കുന്നത്, എന്തിന്റെ ബോധവൽക്കരണം, ലഹരിയുടെ ബോധവൽക്കരണം, പഠനത്തിന്റെ ബോധവൽക്കരണം തുടങ്ങിയ ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ ഉപകാരപ്രദമായ ഒരു ഉപാധിയാണ്. പക്ഷേ മറുവശം നാം നോക്കുന്ന സാഹചര്യത്തിലോ സോഷ്യൽ മീഡിയകൾ ഇതേ ഗണകയിൽ 5 വിഷയത്തിൽ തന്നെ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. വളരെയധികം ദോഷവശങ്ങൾ അതിലുണ്ട്. ഒന്നാമതായി തന്നെ ഞാൻ പറയട്ടെ, സമയ വിനിയോഗം. സമയം ഇതിലൂടെ വളരെ അധികം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അഡീഷണൽ, അസാത്തി തുടങ്ങിയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. തെറ്റായ വിവരങ്ങൾ, സ്വകാര്യത നഷ്ടപ്പെടൽ, സാമൂഹിക സംഘർഷം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ആദ്യം തന്നെ പറയട്ടെ, സമയം നഷ്ടപ്പെടൽ എങ്ങനെയാണ്?
ഒരു വ്യക്തി തന്റെ ജീവിതത്തിൽ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നോക്കിയാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അധികമായിരിക്കും. അതുപോലെ തന്നെ അസാധ്യത അഥവാ അഡിക്ഷൻ. ഇന്ന് ഈ ജീവിതകാലത്തിൽ ഈ സാഹചര്യത്തിൽ ഒരു പിഞ്ചോമന കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്ന സാഹചര്യത്തിൽ മാതാവ് മൊബൈൽ ഫോൺ ഓണിച്ചുകൊണ്ടാണ് ഭക്ഷണം കൊടുക്കുന്നത്. ഉറക്കം കിടക്കുന്ന സാഹചര്യത്തിൽ മൊബൈൽ ഫോൺ കാണിച്ചുകൊണ്ടാണ് ഉറക്കുന്നത്. പക്ഷേ ഞാൻ ഉറപ്പിച്ചു പറയട്ടെ, മുമ്പ് കാലങ്ങളിൽ എന്റെ മാതാവ് എനിക്ക് മൊബൈൽ ഫോൺ കാണിച്ചുകൊണ്ട് ഭക്ഷണം തന്നിട്ടില്ല. എന്റെ മാതാവ് എനിക്ക് മൊബൈൽ ഫോൺ കാണിച്ചു വന്നിട്ട് എന്നെ ഉറക്കിയിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഇന്നത്തെ പിഞ്ചോമന മനസ്സുകളിൽ വിഷം കുത്തിവെക്കുന്നത് മൊബൈൽ ഫോൺ, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ കുത്തിവെക്കുന്നത് ഉപകാരത്തിലല്ലാത്ത എന്ന് നാം ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. വളരെ നാം വിശ്വസിക്കേണ്ട ഒരു സത്യം കൂടെ തന്നെയാണ്. പക്ഷേ ഈ വിഷയങ്ങൾ ഖുർആനുമായും ഹദീസുമായും താരതമ്യം ചെയ്യുമ്പോൾ ഒരുപാട് വ്യാഖ്യാനം നമുക്ക് ലഭിക്കുന്നതാണ്. സൂറത്തുൽ ഹുജറാത്തിലെ 6-ാമത് ആയത്ത് ഞാൻ ഓതി കേൾപ്പിക്കാം. യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅകും ഫാസിഖു ബിനബഇ ഫതബയ്യനൂ. ഓ സത്യവിശ്വാസികളെ, നിങ്ങളുടെ അടുക്കൽ ഒരു ദുർമാർഗി വന്നുകൊണ്ട് ഒരു വാർത്ത അറിയിച്ചാൽ പരിശോധിക്കാതെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കല്ല കേട്ടോ. ഒരു വാർത്ത നിങ്ങൾക്ക് അറിയുകയാണ്, തെറ്റായ വാർത്തയാണെങ്കിലും ശരിയായ വാർത്തയാണെങ്കിലും അതിന്റെ ഉള്ളിൽ എന്താണ് ഉള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ടല്ലാതെ ഒരിക്കലും ഷെയർ ചെയ്തുകൂടാ. അതുമായി ബന്ധപ്പെട്ട ഒരു ഹദീസ് നമുക്ക് വായിച്ചു നോക്കിയാലോ. സ്വഹീഹുൽ ബുഖാരിയിൽ വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി കാണാം. ബല്ലിഗു അന്നി വലൗ ആയതൻ. എന്നിൽ നിന്ന് ഒരൊറ്റ ആയത്താണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. ആയതിനാൽ തെറ്റായ രൂപത്തിലല്ലാതെ നല്ല രൂപത്തിൽ പറഞ്ഞു കൊടുക്കാനാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ പറഞ്ഞു തരുന്നത്. എന്തിനാണത്? ശരിയായ അറിവും ശരിയായ നന്മയും പ്രചരിപ്പിക്കാനുള്ള പ്രധാനമായ ഒരു പാഠമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ പറഞ്ഞു തരുന്നത്. മറ്റൊരു ആയത്ത് നോക്കിയാലോ, സൂറത്തുൽ ഇസ്രായിലെ 36-ാമത് ആയത്ത് വളരെയധികം പ്രബലമാണ്. വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമാ. എന്താണ് അതിൽ പറയുന്നത്? നിനക്കറിയാത്ത കാര്യത്തിന്റെ പിന്നാലെ പോവല്ലേ മോനെ. നിനക്കൊരു വിഷയത്തെ കുറിച്ച് അറിയാം, നിനക്കൊരു കാര്യത്തെ കുറിച്ച് അറിയാമെങ്കിൽ മാത്രം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അറിയാത്തതിന്റെ പിന്നാലെ തൂങ്ങിക്കളിക്കല്ല എന്നാണ് അതിന്റെ ആയത്തിന്റെ വ്യാഖ്യാനം. അതേപോലെ തന്നെ നമുക്ക് ഹദീസ് എടുത്ത് നോക്കുമ്പോൾ അവിടെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി കാണാം. ഖഫാ ബിൽ മർഇ ഖദിബൻ അയ്യോ ഹദ്ദിസ ബികുല്ലി മാ സമിഅ. സ്വഹീഹുൽ മുസ്ലിമിൽ വളരെ പ്രധാനമായി പറയുന്ന ഒരു ഹദീസാണ്. എന്താണ് അതിൽ പറയുന്നത്? ഒരു മനുഷ്യൻ ഒരു എന്ത് കേട്ടാലും, നല്ലതാവട്ടെ ചീത്തയായ കാര്യങ്ങൾ എന്ത് കേട്ടാലും അവൻ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കും, മറ്റുള്ളവർക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള സാഹചര്യത്തില് മുത്തുനബി പറയുന്നു, കണ്ണ് കേൾക്കുന്നതെല്ലാം പറയാനുള്ളതല്ല, കേൾക്കുന്നതെല്ലാം പ്രചരിപ്പിക്കാനുള്ളതല്ല. അത് എപ്രകാരമാണ്? മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പഴയകാല മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന പോലെ കേൾക്കുന്നതെല്ലാം പ്രചരിപ്പിക്കാനുള്ളതല്ല. അതിന്റെ ഉത്ഭവത്തിലുള്ള ഉൾപ്പൊരുൾ എന്താണെന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് വേണം മറ്റുള്ളവർക്ക് പ്രചരിപ്പിച്ചു കൊടുക്കാൻ എന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ആയത്ത് നമുക്ക് നോക്കാം. സൂറത്തുൽ ഇസ്രായിലെ 53-ാമത് ആയത്ത്. വഖുൽ ലിഇബാദി യഖൂലു ലതി ഹിയ അഹ്സൻ. എന്താണ് അതിൽ പ്രതിപാദിപ്പിക്കുന്നത്? എന്റെ ദാസന്മാരോട് ഏറ്റവും നല്ലത് പറയാൻ കൽപ്പിക്കുക നബിയെ. എന്താണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്? നല്ലത് മാത്രം പറയുക, തെറ്റായത് അതിന്റെ രൂപത്തിൽ പറയണം, അല്ലാതെ നല്ലതിനെ ചീത്തയാക്കി ചീത്തയെ നല്ല രൂപത്തിൽ ന്യായീകരിച്ച് പറയരുത് എന്നാണ് അള്ളാഹു തന്നെ ഖുർആനിൽ പറയുന്നത്. അതിന്റെ ഹദീസിന്റെ വ്യാഖ്യാനം എങ്ങനെയാണ്? സ്വഹീഹ് മുസ്ലിമിലോ ബുഖാരിയിലോ ഒരുമിച്ച് തന്നെ പറയുന്നതായി കാണാം. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്കുത്. നിനക്ക് അറിയുന്ന കാര്യമാണോ? അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാവട്ടെ, ഞാൻ പറഞ്ഞു തരട്ടെയോ, നിനക്ക് അറിയാവുന്ന കാര്യം നല്ലതാണെങ്കിൽ പറയുക, തെറ്റായ കാര്യമാണെങ്കിൽ സംസാരിക്കാൻ പാടുള്ളതല്ല. അവിടെ നിനക്ക് അറിയെങ്കിൽ മാത്രം അവിടെ പറയുക എന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. ആയതിനാൽ സോഷ്യൽ മീഡിയ ഒരുപാട് ഉപകാരങ്ങളും
ഒരുപാട് നല്ല കാര്യങ്ങളും പറഞ്ഞു തരുന്ന ഒരു സാഹചര്യമാണ്. യുവാക്കൾക്ക് അറിവും അവസരങ്ങളും നൽകുന്ന ശക്തമായ ഒരു ഉപാധിയാണ് സോഷ്യൽ മീഡിയ എന്നത്. പക്ഷേ സമയം അധികമായി ചെലവഴിക്കുന്നതിലൂടെ സൂക്ഷിച്ച് ചെലവഴിക്കണം. എങ്കിൽ മാത്രമേ അതിനുള്ള പൂർണ്ണമായ ഗുണങ്ങൾ നമുക്ക് ലഭിക്കുന്നുള്ളൂ. പക്ഷെ അതുപോലെ തന്നെയാണ് മറ്റ് തിരിച്ചു നോക്കുമ്പോൾ അതിന്റെ ദോഷങ്ങളും ഉൾപ്പെടുന്നുണ്ട്. അതിനാൽ നല്ലത് ചെയ്ത് ജീവിക്കുക, നല്ലത് നോക്കി ജീവിക്കുക എന്ന് മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.